അങ്ങനെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്, മെയ് 4-നാണ് വോട്ടെണ്ണൽ. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടലും കിഴിക്കലും ചേറ്റലും കൊഴിക്കലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPIയുടെയും തുടർന്ന് CPMൻ്റെയും സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഡൽഹിയിൽ നിന്ന് ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നമ്മൾ അറിയുന്നത്. BJPയുടെ പട്ടികയും അധികം വൈകാതെ ഉണ്ടാവും. ഈ CPMൽ നിന്നും CPIയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സീറ്റ് കിട്ടാതെ പുറത്തു വരുന്ന മോഹികൾ കൂടി വന്നതിന് ശേഷമേ BJPയുടെ പട്ടിക പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ അല്പം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇവരിൽ നിന്ന് കൊള്ളാവുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് വോട്ടർമാരായ നമ്മളെ കാത്തിരിക്കുന്നത്. പിന്നെ ഏത് പാർട്ടി ജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരായിരിക്കും. ഇവ വലിയ വലിയ പാർട്ടികളുടെ വലിയ വലിയ പട്ടിക പുറത്തു വരികയും വരാൻ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു ചെറിയ പാർട്ടിയുടെ ചെറിയ പട്ടികയെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പേരുള്ള ചുരുക്കപ്പേരിൽ NCP എന്നറിയപ്പെടുന്ന പാർട്ടിയാണ്. ഇത് മഹാരാഷ്ട്രയിൽ സാമാന്യം വലിയൊരു പാർട്ടിയാണ്. കേരളത്തിൽ വളരെ ചെറിയ ഒരു പാർട്ടിയാണ്. ഈർക്കിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈർക്കിലുകൾ നമുക്കെതിരെ പരാതി കൊടുക്കും, കേസ് കൊടുക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഈർക്കിൽ പാർട്ടി പോലും അല്ലാത്ത ഒരു പാർട്ടി. ഈ പാർട്ടിക്ക് എല്ലാം കൂടി കേരളത്തിൽ എത്ര വോട്ടർമാരുണ്ട്, എത്ര പ്രവർത്തകരുണ്ട്, എത്ര മെമ്പർമാരുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ കറങ്ങിപ്പോകും. വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള, കുറച്ചധികം നേതാക്കന്മാർ മാത്രമുള്ള ഒരു വലിയ പാർട്ടിയാണ് NCP. NCPയുടെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ഒരു കാലത്ത് PC ചാക്കുമായിരുന്നു. ഇപ്പോൾ പീതാംബരം മാസ്റ്ററോ മറ്റൊക്കെയാണ് എന്ന് തോന്നുന്നു. NCPക്ക് നിലവിൽ നിയമസഭയിൽ 2 സീറ്റുകളാണ് ഉള്ളത്. ഒന്ന് കുട്ടനാട് സീറ്റാണ്. അത് തന്നെ NCPയുടെ തനത് സീറ്റായിരുന്നില്ല. ഈ കുവൈറ്റ് ചാണ്ടി DIC-കാരനായിരുന്ന കാലത്ത് കരുണാകരൻ തമ്പുരാന് കാശ് കൊടുത്ത് മേടിച്ച ഒരു സീറ്റായിരുന്നു, പേയ്മെൻറ്റ് സീറ്റ്. കരുണാകരൻ നിർത്തിയ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. ഈ പേയ്മെൻറ്റ് സീറ്റിൽ മത്സരിച്ച മഹാനായ കുവൈറ്റ് ചാണ്ടി മാത്രം വിജയിച്ചു. അങ്ങനെ അത് ചാണ്ടിയുടെ സ്വകാര്യ സ്വത്തായിട്ട് മാറി. കേരളത്തിൽ തന്നെ ഏറ്റവും അവികസിതമായ ഒരു നിയോജകമണ്ഡലം എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ ഉറപ്പിച്ച് പറയാം, കുട്ടനാട് എന്ന്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചാണ്ടിച്ചായനാണ് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് അവിടെ മെമ്പറായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം പുള്ളി മരണപത്രം എഴുതി വെച്ചു, എൻ്റെ കാലശേഷം എൻ്റെ അനുജൻ തോമസ് K. തോമസ് ആയിരിക്കണം കുട്ടനാടിൻ്റെ പ്രതിനിധി എന്ന്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ആളുകൾ ഈ തോമസ് ചായൻ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അങ്ങനെ കുട്ടനാടിൻ്റെ കാര്യം കൂടുതൽ അധോഗതിയായി. ഇത്തവണയും അച്ചായൻ തന്നെയാണ് സ്ഥാനാർത്ഥി. കാരണം അച്ചായൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. NCP പോലൊരു പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ പണം വളരെ അനിവാര്യമാണ്. പണമില്ലാതെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ കുട്ടനാട് സീറ്റ് തോമസിന് കൊടുത്തു. തോമസ് K. തോമസാണ് NCPയുടെ സ്ഥാനാർത്ഥി. രണ്ടാമത്തെ സീറ്റ് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരാണ്. നേരത്തെ ബാലുശ്ശേരിയായിരുന്നു. ബാലുശ്ശേരിയിൽ വളരെ കാലം AC ഷൺമുഖദാസ് മത്സരിച്ച് വിജയിച്ചു. പിന്നീട് അദ്ദേഹത്തിന് തീരെ വയ്യാതെ കണ്ണും കണ്ടുകൂടാ ചെവിയും കെട്ടുകൂടാ എന്നുള്ള അവസ്ഥയെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സീറ്റ് ഉപേക്ഷിച്ചു. തൻ്റെ ഉറ്റ സുഹൃത്തും 1978 മുതൽക്ക് അല്ലെങ്കിൽ 80 മുതൽക്ക് സന്തത സഹചാരിയുമായിട്ടുള്ള AK ശശീന്ദ്രനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിച്ചു വരുത്തി ആ സീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അത് പിന്നെ ബാലുശ്ശേരിയിൽ പിന്നീട് എലത്തൂരിലും ശശീന്ദ്രനാണ് ഈ MLA. ശശീന്ദ്രൻ 2 തവണ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മന്ത്രിയായി. അപ്പോൾ ഇത്തവണയും അദ്ദേഹം മന്ത്രിയായിട്ട് തുടരുകയാണ്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പണ്ട് കാലത്തേക്കാണെങ്കിൽ ഗവർണറായിട്ടോ അല്ല ഉപരാഷ്ട്രപതിയായിട്ടോ ഒക്കെ പോകാനുള്ള അവസ്ഥയിലെത്തി. പക്ഷേ അദ്ദേഹം ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. പുള്ളിയുടെ ആഗ്രഹം മരിക്കുന്ന വരെ എലത്തൂരുകാരെ സേവിക്കണം. മരിക്കുന്ന അന്ന് വരെ, മരിക്കുന്ന ദിവസം വരെ, മരിക്കുന്ന നിമിഷം വരെ അവിടെ തന്നെ മത്സരിക്കണം, ജയിക്കണം, MLA ആകണം, കഴിയുമെങ്കിൽ മന്ത്രിയാകാനും വിരോധമില്ല. ഇതാണ് ശശീന്ദ്രൻ്റെ ഒരു ആഗ്രഹം. അത് പാർലമെൻ്ററി വ്യാമോഹമല്ല, അല്ലെങ്കിൽ മന്ത്രിയായിട്ട് MLA ആയിട്ട് കാറിൽ യാത്ര ചെയ്യണം എന്നുള്ള താല്പര്യം കൊണ്ടുമല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യം പൂതിയൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി ഒരുപാട് കാലം MLA ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. പക്ഷേ എലത്തൂർ പോലൊരു മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ശശീന്ദ്രൻ ഇല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ശ്രേയസ്കരമായിരിക്കില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ NCPയുടെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്ക് ഇത് തീരെ ബോധ്യമാവുന്നില്ല. അവർ പറയുന്നത് ഈ അനാരോഗ്യവും പ്രായാധിക്യമുള്ള ശശീന്ദ്രേട്ടൻ മാറണം, തൽസ്ഥാനത്ത് കുറച്ചുകൂടി ചെറുപ്പക്കാരനായ, കുറച്ചുകൂടി എന്ന് വെച്ചാൽ 2-3 വയസ്സ് കുറവുള്ള ഒരാൾ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ്.
മാത്രമല്ല NCPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ്. മുഹമ്മദ് ഖായുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ, അദ്ദേഹത്തിനല്ല, NCPയുടെ ജില്ലാ പ്രസിഡന്റിന് മത്സരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് അത് എലത്തൂരാണ്. അതുകൊണ്ട് ശശീന്ദ്രൻ മാറണം, മുക്കം മുഹമ്മദ് മത്സരിക്കണം എന്നാണ്. ഏതായാലും ശശീന്ദ്രൻ തയ്യാറല്ല. മുക്കം മുഹമ്മദ് വേണമെങ്കിൽ മുക്കത്ത് പോയി മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കിലിരിക്കട്ടെ. രണ്ടായാലും ഇവിടെ മത്സരിക്കേണ്ട, ഇവിടെ ഞാനുള്ളപ്പോൾ വേറെ ആരും കാർന്നവരാവാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വീണ്ടും അദ്ദേഹം എലത്തൂർ വന്ന് ഈ അംഗം കുറിക്കുകയാണ്. അപ്പോൾ കുട്ടനാട്ടിൽ തോമസ് ഉണ്ട്, എലത്തൂരിൽ നമുക്ക് ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നുണ്ട്. CPMൻ്റെ പിന്തുണ ശശീന്ദ്രനാണ്, അതാണല്ലോ പ്രധാനം. അല്ലാണ്ട് NCPക്ക് ഇവിടെ എത്ര പ്രവർത്തകരുണ്ട്, എത്ര സീറ്റിൽ മത്സരിച്ചാൽ അവർക്ക് ജയിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ വലിയ കോമഡിയാണ്. CPMൻ്റെ പിന്തുണ അഥവാ സഖാവ് പിണറായി വിജയൻ്റെ അഗൈതവുമായ പിന്തുണ ശ്രീമാൻ ശശീന്ദ്രനാണുള്ളത്, മുക്കം മുഹമ്മദിനല്ല. മുക്കം മുഹമ്മദിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പിന്തുണ ചോദിക്കാം, അല്ലെങ്കിൽ ശശീന്ദ്രനെ കണ്ണട എന്നിവരെ കാത്തിരിക്കാം. അതിനു മുമ്പായിട്ട് മുഹമ്മദ് തട്ടിപ്പോവും എന്ന് നമുക്കറിയില്ല. ഏതായാലും എലത്തൂരിൽ നമുക്ക് ശശീന്ദ്രനുണ്ട്, കുട്ടനാട്ടിൽ തോമസുണ്ട്. NCPയുടെ 2 സീറ്റിൽ അവർ ജയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആ കാഴ്ച നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും.